പാപങ്ങളും അള്ളാഹു അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നിലവിലെ സാഹചര്യത്തിൽ വിവാദമാവുകയും രാഷ്ട്രീയപരമായും മതപരമായും മുസ്ലിം സമൂഹത്തിനും സംഘടനകൾക്കും നേരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട അതിന്റെ ചില രാഷ്ട്രീയ വശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മതപരമായ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഓരോ വിവാദങ്ങളും ഓരോ വിഷയങ്ങളും നമ്മളുടെ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ വിവാദങ്ങളെയും ആ പ്രശ്നങ്ങളെയും ഒക്കെ ഇര കാത്തിരിക്കുന്ന വേട്ടമൃഗത്തെ പോലെ കാത്തിരുന്ന് മുസ്ലിം സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ തങ്ങൾക്ക് വെറുപ്പുള്ള ആളുകൾക്ക് എതിരെ ആയുധമായി വിദ്വേഷ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന മീഡിയകളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയും നമ്മളുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിലേക്ക് ഇതുപോലത്തെ മറ്റു പല വിഷയങ്ങളും കടന്നു വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില അടിസ്ഥാന വസ്തുതകൾ കൂടിയുണ്ട്. ഇന്ന് നമ്മളുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, ലോകത്ത് വലിയ വലിയ യുദ്ധങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ പണയം വെച്ച് ലോകത്ത് വലിയ വലിയ ശക്തികൾ തമ്മിൽ നടക്കുന്ന വലിയ വലിയ യുദ്ധങ്ങൾ പോലും ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് ചർച്ചയിലൂടെ പരിഹരിക്കുന്ന ഒരു രീതി ലോകത്ത് മനുഷ്യരാശിയുടെ ചരിത്രത്തിന്റെ ആരംഭം മുതലേ നമുക്ക് കാണാൻ സാധിക്കും. ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മളുടെ നാടുകളിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കൊണ്ട് എന്താണോ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾക്ക് നേർ വിപരീതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മളുടെ ടെലിവിഷൻ ചാനലുകളിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കഴിഞ്ഞാൽ എന്ത് ബാക്കിയായി എന്ന് ചോദിച്ചാൽ കുറച്ച് ഒച്ചയും ബഹളവും അല്പം കൂടി സമൂഹത്തിൽ വെറുപ്പിന്റെ തോത് ഉയർന്നു എന്നത് മാത്രം ബാക്കിയായി എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയിൽ പ്രധാനമായും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് കഴുകന്മാർ. തീർത്തും സംഘർഷഭരിതമായ ഭൂമികളിലും ശ്മശാനങ്ങളിലും പറന്നിറങ്ങി അവിടെ കിടക്കുന്ന മനുഷ്യരുടെ ശവങ്ങൾ നീണ്ട കാലും നീണ്ട ചുണ്ടും ഉപയോഗിച്ച് കൊത്തിവലിച്ച് തിന്നുന്ന കഴുകന്മാര് ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ്. എന്നാൽ ഇന്ന് അതേ റോള് ഭംഗിയായി നമ്മളുടെ മീഡിയകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ശ്മശാനങ്ങളിലേക്കും സംഘർഷ ഭൂമികളിലേക്കും പറന്നിറങ്ങുന്ന കഴുകന്മാർ നീണ്ട കാലും കൂർത്ത ചുണ്ടും ഉപയോഗിച്ചാണ് മനുഷ്യന്റെ ശവം കൊത്തിവലിക്കുന്നതെങ്കിൽ ഇന്ന് ആ ചുണ്ടിനും കാലിനും പകരമായി നെഞ്ചിലൊരു മൈക്കും കയ്യിലൊരു ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ അന്തസ്സും സമൂഹങ്ങളുടെ അസ്തിത്വവുമൊക്കെ ഇന്ന് കൊത്തിവലിച്ച് നശിപ്പിച്ച് മനുഷ്യനെ പരിഭ്രാന്തരാക്കി മാറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇനിയും ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പള്ളിക്കൂടങ്ങളിൽ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഉയർന്നു വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉയരേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി, വിദ്യാർത്ഥികളാണ് ഒരു രാജ്യത്തെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന പർണശാലകളും ഫാക്ടറികളുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ദീർഘമായ ആലോചനയും ശ്രദ്ധയും അതിനാവശ്യമാണ്. രണ്ടാമതായി, നിലവിലെ സാഹചര്യത്തിൽ ഒരു അധ്യാപന വർഷത്തിൽ പഠിപ്പിക്കേണ്ട സിലബസുകൾ മുഴുവൻ പഠിപ്പിച്ചു തീർക്കാൻ നിലവിലെ സമയക്രമങ്ങൾ തികയുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി അരമണിക്കൂർ കൂടി വർദ്ധിപ്പിക്കണം ദിവസവുമുള്ള സ്കൂൾ സമയത്തിൽ എന്ന് വിധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ അരമണിക്കൂർ ക്ലാസിന്റെ സമയം നീട്ടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അത് വിദ്യാഭ്യാസത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം, പിന്നെ ഇത് പ്രാക്ടിക്കലി നടപ്പിലാക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഇതൊരു വ്യായാമമാണ്, ഇത് രാവിലെയാണോ അതല്ല വൈകുന്നേരമാണോ നടപ്പിലാക്കുന്നത്? രാവിലെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ രാവിലെ അരമണിക്കൂർ ഈ എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരീരവും വസ്ത്രവും ഒക്കെ വിയർത്ത് മുഷിഞ്ഞ് വൈകുന്നേരം വരെ ക്ലാസ്സുകളിൽ അതേ അവസ്ഥയിൽ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ
പരസ്പരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിയർപ്പിന്റെ പേരിൽ പകരാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ, അതല്ല ഇനി വൈകുന്നേരമാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ വിയർത്ത് അതേ അവസ്ഥയിൽ തന്നെ പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയും തിങ്ങി നിറഞ്ഞു പോകുന്ന ബസ്സുകളിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ്. ഈ എക്സസൈസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുന്നതിന് ചില പ്രിക്കോഷൻസുകളുണ്ട്. രാവിലെ വെറും വയറ്റിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് കാലിയായ വയറ്റിലാണ് ഇത് ചെയ്യേണ്ടത്. രാവിലെ 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ നിറഞ്ഞ വയറുമായി ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനമാണോ അതല്ല ബുദ്ധിമുട്ടാണോ ഉണ്ടാകുന്നതെന്ന പ്രശ്നം. ഉച്ചയ്ക്ക് നമ്മളുടെ സ്കൂളുകളിൽ വയറ് നിറച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്ത് 1:30ക്കും 2 മണിക്കും അത് കഴിച്ചിട്ട് 3:30ക്ക് ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പ്രാക്ടിക്കലി ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളാണ് സത്യത്തിൽ ഇങ്ങനത്തെ പദ്ധതികൾ വരുമ്പോൾ നീതിപൂർവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. പക്ഷേ നമ്മളുടെ നാട്ടിൽ മുസ്ലിം വിദ്വേഷത്തിൽ മാത്രം ജീവിക്കുന്ന മീഡിയകൾ, അതേപോലെ ഉന്നതരായ ആളുകൾ എന്ന് പറയപ്പെടുന്നവർ, ഇവർക്കൊക്കെ താല്പര്യം ഇതല്ല. മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന അമ്മായിയമ്മയുടെ അതേ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയകളും രാഷ്ട്രീയക്കാരും ഉള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നില്ല. മറിച്ച് മുസ്ലിം വിദ്വേഷം മാത്രമാണ് ചർച്ചയ്ക്ക് വരുന്നത്. രണ്ടാമത്, ലഹരിക്കെതിരെ ഇങ്ങനൊരു പദ്ധതി ആ പേരിൽ നടപ്പിലാക്കുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കും? നമുക്കറിയാം, ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗുകൾ, ഈ ഡ്രഗുകളൊക്കെ ചരിത്രത്തിൽ ആദ്യമായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിന്റെ ജർമ്മൻ പട്ടാളക്കാർക്ക് ഇടയിലായിരുന്നു, ആവേശത്തോടുകൂടി തളർച്ചയില്ലാതെ ദീർഘനേരം യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ ആ മരുന്നുകളുടെ ഉപയോഗങ്ങൾ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അവരെ തന്നെ ബാധിക്കുകയും ജർമ്മനി യുദ്ധത്തിൽ തോക്കാൻ ഒരു പരിധിവരെ ഇത് കാരണമാവുകയും ചെയ്തു. പിന്നീട് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ലഹരികൾ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത് 90കളിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ പബ്ബുകളിലേക്ക് നിർത്താതെ തുള്ളുന്നതിനും ഡാൻസ് ചെയ്യുന്നതിനും വേണ്ടി കടന്നു വരുന്ന യുവത്വത്തെ തളരാതെ, നിർത്താതെ, ക്ഷീണിക്കാതെ ആവേശത്തോടെ നൃത്തം ചെയ്യുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും വേണ്ടിയാണ് പബ്ബുകളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത്. എക്സ്റ്റസി, സ്പീഡ്, MDMA, മെത്ത് എന്നൊക്കെ പല പേരുകളിൽ ഇന്ന് വിളിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ സിന്തറ്റിക് ലഹരികൾ സത്യത്തിൽ ഉപയോഗിച്ചിരുന്നത് പബ്ബുകളിൽ ആവേശത്തോടുകൂടി ഡാൻസ് കളിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇന്നത്തെ ലഹരി മരുന്നുകൾക്കെതിരെ ഏതാണ്ട് അതിനോട് സാമ്യമായ നൃത്തം തന്നെ സ്വീകരിക്കുക എന്നുള്ളത് പ്രായോഗികമായി എത്രമാത്രം ശരിയാണ് എന്ന ആലോചന ഇതിൽ നടക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യം ആ നാട്ടിലെ പൗരന്മാർക്ക് നൽകുന്ന വ്യക്തി മത സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി പ്രമാദമായ പല കേസുകളിലും അതിന്റെ ജഡ്ജ്മെന്റുകളിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന മതവിശ്വാസിയാകട്ടെ, അതല്ല വ്യക്തിപരമായി ചില മൂല്യങ്ങൾ പുലർത്തുന്ന മനുഷ്യരാകട്ടെ, അവരുടെ വ്യക്തി മത സ്വാതന്ത്ര്യം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിനോ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കോ ഭീഷണിയാകാത്തിടത്തോളം കാലം അവരെ നിർബന്ധിക്കാൻ അധികാരമില്ല എന്ന് സുപ്രീം കോടതി പല കേസുകളിലെയും ജഡ്ജ്മെന്റുകളിൽ പറഞ്ഞതുപോലെ അങ്ങനത്തെ അവകാശങ്ങളുള്ള ഒരു രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ വിഭാഗം ആളുകൾ അവരുടെ മതപരമായ കൺസേൺ ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ട ബാധ്യത ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിക്കുന്ന ഓരോ പൗരന്മാർക്കും ഉള്ളതാണ്. ഇങ്ങനത്തെ പലതരത്തിലുള്ള ശാസ്ത്രീയവും അക്കാഡമിക്കുമായ വിഷയങ്ങൾ നിലവിലുള്ളപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇന്ന് ആളുകൾക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടം മതപരമായി ഇതിന്റെ കാഴ്ചപ്പാടാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മതപരമായി ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ പല വ്യക്തികളുടെ കൂട്ടായ്മയായ സംഘടനകൾക്കോ മതപരമായ പ്രശ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൺസേണുകൾ, എതിർപ്പുകൾ അറിയിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ, ഇന്ത്യയുടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലുകളായി ശേഷിക്കുന്ന 986 ദ സ്റ്റേറ്റ് ഓഫ് കേരള, ബിജു ഇമ്മാനുവൽ വിയാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ്, 3 വിദ്യാർത്ഥികൾ കണ്ണൂരിൽ യഹോവ സാക്ഷികൾ അവരുടെ വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ട് ദേശീയ ഗാനം ആലപിക്കുന്നത് വിശ്വാസപരമായി അവർക്ക് വിലക്കുള്ള പ്രവൃത്തിയാണെന്നും ഇന്ത്യയുടെ കൊടിയെ സല്യൂട്ട് ചെയ്യുന്നത് ആരാധന പോലെ കണക്കാക്കി ദൈവത്തിന്റെ മുമ്പിലല്ലാതെ ആരാധനയുടെ ഒരു കർമ്മവും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന വിശ്വാസത്തിന്റെ പുറത്ത് ദേശീയ ഗാനം പാടാനും ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്യാനും മടിച്ചപ്പോൾ സ്കൂളുകാർ ആ കുട്ടികളെ പുറത്താക്കി. കേരള ഹൈക്കോടതി ആ നടപടി ശരിവെച്ചു. 986 സുപ്രീം കോടതിയിലേക്ക് കേസ് ചെല്ലുന്നു.
അന്ന് ജസ്റ്റിസുമാരായ MM ദത്തയും ചിന്നപ്പറട്ടിയും ജഡ്ജിമാരായിരിക്കുന്ന ബെഞ്ച് കേസ് പരിഗണിക്കുന്നു. ആ കേസ് പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെയും പൗരന്മാരുടെ മൗലികാവകാശങ്ങളെയും കൃത്യമായി വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനമായി ആ ജഡ്ജ്മെന്റ് ഇന്നും നമ്മളുടെ വിധിന്യായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കോടതി കൃത്യമായി വിധിച്ചു, ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അത് സെക്യുലർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒഴിവാക്കുക എന്നുള്ളതല്ല. സെക്യുലറിസം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത് നിലവിൽ വന്നത്. ഫ്രാൻസിന്റെയും ഭരണഘടനയും രാജ്യവും മതേതരത്വ രാജ്യമാണ്, സെക്യുലർ ആണ്. പക്ഷെ ഇന്ത്യയുടെ സെക്യുലറിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫ്രാൻസിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കുക, ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മതേതരത്വത്തിന്റെ അടിസ്ഥാനം. പക്ഷെ ഇന്ത്യ രാജ്യം ഇൻക്ലൂസീവ്നെസ് ആണ് ഇന്ത്യ രാജ്യത്തിന്റെ സെക്യുലറിസം എന്ന് പറയുന്ന മതേതരമായ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം. അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ മതവിശ്വാസിയുടെ മതവിശ്വാസത്തെയും മതവിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒഴിവാക്കാനുമുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തെയും രാജ്യത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവവും ബുദ്ധിമുട്ടും ആകാത്തിടത്തോളം, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും ഒരു ഭീഷണിയാകാത്തിടത്തോളം അംഗീകരിക്കുകയും വകവെക്കുകയും ചെയ്യുന്ന ഇൻക്ലൂസീവായ സെക്യുലറിസമാണ് ഇന്ത്യൻ ഭരണഘടന നമ്മളുടെ മുമ്പിലേക്ക് അടിസ്ഥാനപരമായി വിഭാവനം ചെയ്യുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ആ ജഡ്ജ്മെന്റിൽ കൃത്യമായി എഴുതി, രാജ്യത്തെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19ഉം 25ഉം ഈ രാജ്യത്തെ പൗരന്മാർക്ക് അടിസ്ഥാനപരമായി നൽകുന്ന മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും അതിന്റെ മുകളിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടമാകട്ടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടമാകട്ടെ ആ ഭരണകൂടത്തിന്റെ വകുപ്പ് തല നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട നയങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരായി കഴിഞ്ഞാൽ അതിൽ നിർബന്ധിക്കാൻ സ്റ്റേറ്റിന് അനുവാദമില്ല. അഥവാ ഈ രാജ്യത്തിന്റെ ഭരണഘടന സെക്യുലറായ ഭരണഘടന ഇവിടുത്തെ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു മതവിഭാഗത്തിലെ ഒരു വ്യക്തിക്ക് നൽകുന്ന ആരാധനാ വിശ്വാസ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ മേൽ സ്റ്റേറ്റിനെന്നല്ല മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകാത്തിടത്തോളം കാലം ഒരാൾക്കും ഒരു വ്യക്തിക്കും അതിന്റെ മേൽ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിന്റെ മേൽ അധികാരം ഉപയോഗിച്ച് നിർബന്ധമായി അത് നടപ്പിലാക്കാനോ അനുവാദമില്ല, അവകാശമില്ല. വിശ്വാസത്തിന് എതിരായ കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടന വിശാലതയെ സ്വീകരിക്കുകയും അതിനെ ആഗ്രഹിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. അതിനെ നിങ്ങൾ കുടുസാക്കി കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് 1986 ഇന്ത്യയുടെ സുപ്രീം കോടതി അവസാനിപ്പിച്ച ബിജു ഇമ്മാനുവൽ vs സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ കേസിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നത് പോലെ മതപരമായ കാരണങ്ങൾ കൊണ്ട് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയോട് വ്യക്തിയോ സമൂഹമോ സംഘടനകളോ എതിർപ്പ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമായ മനുഷ്യർക്ക് നൽകുന്ന, ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് അതിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് എന്നിരിക്കെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയും അതിനെ ഹനിക്കുകയും ചെയ്യുന്ന സമയത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കിടെ കൂടെ നിൽക്കുക എന്ന പണി ചെയ്യേണ്ട മീഡിയകൾ മതപരമായ കാരണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. സത്യത്തിൽ ഇതൊക്കെയായിരുന്നു ചർച്ചയാകേണ്ട വിഷയം. പക്ഷെ ചർച്ചയായ വിഷയം മതപരമായ മറ്റു പല കാര്യങ്ങളുമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അല്പം മനസ്സിലാക്കിയിരിക്കണം. എന്താണ് മതം, എന്താണ് മതപരമായ നിയമങ്ങൾ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില അതിർവരമ്പുകൾ, ചില അതിർത്തികൾ, ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന് ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ്. നിയന്ത്രണങ്ങൾ അച്ചടക്കമാണ്. നിയന്ത്രണങ്ങൾ മനുഷ്യനെ കൂടുതൽ മാന്യനും സുരക്ഷിതനുമാക്കുന്നതാണ് എന്നാണ് ലോകത്ത് മനുഷ്യർ പൊതുവെ വിശ്വസിക്കുന്നത്. ലോകത്ത് മനുഷ്യർ, അത് മതങ്ങൾ ഉണ്ടാക്കുന്ന നിയന്ത്രണമാകട്ടെ അല്ലെങ്കിൽ മനുഷ്യരുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളാകട്ടെ, ലോകത്ത് എല്ലാ വ്യക്തികളും എല്ലാ സമൂഹങ്ങളും ഏതെങ്കിലുമൊക്കെ ചില നിയന്ത്രണങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അന്താരാഷ്ട്ര പരമായ പല സമ്മിറ്റുകളും പല കൺവെൻഷനുകളും പല ട്രീറ്റുകളും എന്തൊക്കെ ചെയ്യാം, എന്താണ് പരിധി, എവിടെയാണ് പരിധി വിടുന്നത് എന്നതിൽ ലിഖിതവും അലിഖിതവുമായ കരാറുകളിലൂടെയും പരസ്പരമുള്ള ധാരണകളിലൂടെയും മനുഷ്യർ, അത് ശത്രുക്കളാകട്ടെ മിത്രങ്ങളാകട്ടെ, ഏർപ്പെട്ടിരിക്കുന്ന ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ അങ്ങനെ മനുഷ്യൻ സാധാരണഗതിയിൽ ലംഘിക്കുകയില്ല. ലോകത്തെ എത്ര വലിയ ശക്തിയാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും ഭീഷണിയാണ്, സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതാണ് അതിർവരമ്പുകൾ എന്ന് ലോകത്ത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഒരിക്കലും മനുഷ്യനെ നിയന്ത്രിക്കലല്ല, മനുഷ്യനെ അച്ചടക്കം പഠിപ്പിക്കലാണ്. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതം മുമ്പിലേക്ക് വെക്കുന്ന വിശ്വാസം
ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുകയും ദൈവത്തിന്റെ കൽപ്പന നിരോധനകൾ പാലിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്തവരാണ് മനുഷ്യർ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം നിശ്ചയിക്കുന്ന അതിർവരമ്പുകളെ പാലിക്കുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മനുഷ്യനെ അല്ലെങ്കിൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ ബാധ്യതകളിൽ പെട്ടതാണ്. സാധാരണഗതിയിൽ അതിൽ ലോജിക്കുകൾ, നമ്മളുടെ ബുദ്ധി എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാറില്ല. കാരണം ഈ ലോകത്ത് മനുഷ്യൻ അവന്റെ യുക്തി ഉപയോഗിച്ച് അവന്റെ സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പദാർത്ഥങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്തെ സകലമാന വസ്തുക്കളുടെ കൂട്ടത്തിലും അതേ പദാർത്ഥങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മാത്രം കാര്യങ്ങളെ വിവേചിച്ചറിയാനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് എത്താനുമുള്ള കഴിവ് നൽകിയ ദൈവത്തെ അവന്റെ യുക്തി ഉപയോഗിച്ച് കണ്ടെത്തുകയും തന്നെയും തന്റെ പ്രവൃത്തികളെയും തന്റെ യുക്തിയെയും തന്റെ തലച്ചോറിനെയും ആ തലച്ചോറ് പ്രവർത്തിക്കാൻ ആവശ്യമായ അറിവുകളെ ശേഖരിക്കുന്ന തന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അതിന്റെ കാരണങ്ങളും യുക്തികളും അന്വേഷിക്കാതെ അനുസരിക്കുക എന്നുള്ളതാണ് മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യം. പക്ഷേ എന്നാലും ചില കാര്യങ്ങളുടെ യുക്തികൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഒരു ബാധ്യതയാണ്. അപ്പൊ മതപരമായ നിയമങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും ബോധ്യമുള്ളവരാണ് മതവിശ്വാസികൾ. മതനിയമങ്ങൾ ആ ദൈവം വിശ്വാസികളോട് കൽപ്പിക്കുന്ന കൽപ്പനകളെയാണ് നമ്മൾ മതനിയമം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ചർച്ചയായ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു ഡാൻസ് ആണ് അല്ലെങ്കിൽ ഒരു വ്യായാമമാണ്. വ്യായാമം മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് നല്ലതാണ്. മനുഷ്യന്റെ ആരോഗ്യവും അവന്റെ ഊർജവും അവന്റെ യുവത്വവും ഒക്കെ നിലനിർത്താൻ കാരണമാകുന്ന ശാരീരികമായ എക്സർസൈസുകളാണ്, അഭ്യാസങ്ങളാണ്. അത് അനുവദനീയമാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ നല്ലതാണ്, കൂലി ലഭിക്കുന്ന കാര്യമാണ് എന്ന് വരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലിമു സിബിയാനക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുതിര സവാരിയും അമ്പെയ്ത്തും നീന്തലും പഠിപ്പിക്കുക. കാരണം ഇത് മൂന്നും അവരുടെ ശാരീരികമായ കായികമായ ആരോഗ്യത്തെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തായി കൽപ്പിച്ച് കൂലി ലഭിക്കുന്ന കാര്യമാണ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമ മുറകൾ എന്ന് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശരീരം ഇളകി നടത്തുന്ന അഭ്യാസങ്ങൾ ആരോഗ്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അത് നല്ല കാര്യമാണ്, അതിന് തർക്കമില്ല. പിന്നെ എവിടെയാണ് അടുത്ത പ്രശ്നം? സംഗീതം ഉപയോഗിക്കുക. എന്താണ് മതപരമായി ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പിശാചിനോട് നൽകുന്ന ഒരു കൽപ്പനയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക വഅജ്രിബ് അലൈഹിം ബിഖൈലിക വരിജ്ലിക. നീ നിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്ന ആളുകളെയൊക്കെ ഇളക്കി വിടുക. അവരെ തകർക്കുന്നതിന് വേണ്ടി നിന്റെ കുതിരപ്പടയാളികളെയും കാലാൾ പടയാളികളെയും നീ ഒരുമിച്ച് കൂട്ടുക എന്ന് പിശാചിനോട് നടത്തുന്ന ഒരു പ്രഖ്യാപനം കാണാൻ സാധിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പിശാചിന്റെ ശബ്ദം എന്താണ് എന്നതിനെ വിശദീകരിക്കുന്ന ഖുർആൻ പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നു, ഇന്നത്തെ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സംഗീതവും ശബ്ദവുമാണ് പിശാചിന്റെ ശബ്ദമായി അള്ളാഹു ഈ ആയത്തിൽ പരിചയപ്പെടുത്തിയത്. ഹദീസുകളിൽ വാദ്യ ഉപകരണങ്ങൾ, ചെണ്ട, അതേപോലെ ദഫ്, അത് തന്നെ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ചെണ്ടയും ദഫും ഒഴികെയുള്ള എല്ലാ സംഗീത ഉപകരണങ്ങളും ഉപയോഗിക്കൽ ഹറാമാണ് എന്ന് ഹദീസുകളിലൂടെയും ഖുർആനിന്റെ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പാട്ട് വേറെ, രാഗം വേറെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ വേറെ. പാട്ട് നല്ല അർത്ഥവും നല്ല ആശയവും ഉള്ളതാണെങ്കിൽ നല്ലതാണ്. മോശമായ ആശയങ്ങളും അശ്ലീലതകൾ സാഹിത്യത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന തരത്തിൽ മോശമായ പ്രയോഗങ്ങളും ആശയങ്ങളുമുള്ള പാട്ടാണെങ്കിൽ മോശമായ സംസാരങ്ങൾ പാടില്ലാത്തതുപോലെ അത് പാടില്ല. പക്ഷെ അതിനുവേണ്ടി അകമ്പടിയായി ഉപയോഗിക്കുന്ന ഇന്നത്തെ ആധുനികമായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് മതപരമായി മതത്തിന്റെ നിയമങ്ങൾ ഖുർആനും ഹദീസും നമ്മളോട് പറയുന്നത് ഹറാമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്നല്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. മരണാനന്തരം അവൻ ചെയ്ത ഓരോ പ്രവൃത്തിയെക്കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. അന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ദൈവകൽപ്പനയ്ക്ക് എതിരായ നടപടിയാണ് ഹറാം എന്ന മതപരമായ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അല്ലാതെ അത് ചെയ്യുന്നവരെയൊക്കെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊന്നുമല്ല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരാണ്.
ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാകട്ടെ പറ്റാത്തതാകട്ടെ. ഇന്നത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പിശാചിന്റെ ശബ്ദമെന്ന് പരിചയപ്പെടുത്തിയ ആ സംഗീതത്തെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളിൽ പൈശാചികമായ സ്വാധീനം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി മ്യൂസിക്കൽ അഡിക്ഷനെ ഇന്ന് മതപരമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മതപണ്ഡിതന്മാർ വിശദീകരിക്കുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായി ലോകത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായും മറ്റെല്ലാ കാര്യങ്ങളും പോലെ പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് വശമുള്ള ഭാഗങ്ങളാണ്. മ്യൂസിക് അതൊരു തെറാപ്പിയാണ്, മനുഷ്യന് പല നേട്ടങ്ങളും അതിലൂടെ ഉണ്ടാകും എന്ന തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായി മനുഷ്യന്റെ തലച്ചോറിനെ, അവന്റെ ന്യൂറോൺ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവന്റെ ശരീരത്തിലെ ഹോർമോണുകളുടെ ഉൽപാദനത്തെയും സ്ട്രെസ്സിനെയും ആൻസൈറ്റിയെയും ഒക്കെ നെഗറ്റീവായും പോസിറ്റീവായും ബാധിക്കുന്ന ഒരു വിഷയമാണ് മ്യൂസിക് എന്നതിൽ ലോകത്ത് ആർക്കും തർക്കമില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. 2006 എഴുതപ്പെട്ട ലോകത്ത് ബെസ്റ്റ് സെല്ലറായിരുന്ന ദിസ് ഈസ് യുവർ ബ്രെയിൻ ഓൺ മ്യൂസിക് എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് മ്യൂസിക്കിലൂടെ ശാസ്ത്രീയമായി തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മ്യൂസിക്കിലൂടെ ഉണ്ടാകുന്ന ഉപകാരങ്ങളെയും ദൂഷ്യങ്ങളെയും വിശദീകരിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇത് കേവലം ഒരു ആസ്വാദനം മാത്രമല്ല, മറിച്ച് നമ്മളുടെ ശരീരത്തിന്റെയും തലച്ചോറിന്റെയും പല പ്രവൃത്തികളെയും നെഗറ്റീവും പോസിറ്റീവുമായി ബാധിക്കുന്ന വിഷയമാണെന്ന് ശാസ്ത്രീയമായ പഠനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, സാമൂഹികമായി മനുഷ്യന്റെ ഉള്ളിൽ മോശമായ പല വികാരങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ചില സന്ദർഭങ്ങളിൽ മ്യൂസിക് കാരണമാകും. മനുഷ്യന്റെ കേൾവി ശക്തിയെ മാരകമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ നിരന്തരമായി മ്യൂസിക്കിന്റെ ഉപയോഗവും കേൾവിയും ബാധിക്കുമെന്ന തരത്തിൽ ലോകത്ത് പഠനങ്ങൾ കാണാൻ സാധിക്കും. എന്താണെങ്കിലും ചെറിയ കുട്ടികളുമായി, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളും മ്യൂസിക് അവരുടെ പഠനത്തെയും അവരുടെ ചിന്താ വികാസത്തെയും ഒക്കെ നെഗറ്റീവായി ബാധിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രീയമായി സംഗീതവുമായി ബന്ധപ്പെട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നു, അതൊരു കോമൺ ആയി മാറി എന്നതിന്റെ പേരിൽ മതത്തിന്റെ ഒരു നിയമങ്ങളെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയ കാര്യമല്ല. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, നന്മയും തിന്മയും സമമാവുകയില്ല, ശരിയും തെറ്റും തുല്യമാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. എല്ലാവരും ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ, ഹറാം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ ഹലാലാക്കാനും അതേപോലെ തന്നെ ശരിയാണ് എന്ന് പറയാനും അനുവാദമില്ല എന്ന് ഖുർആൻ പറയുന്നു. ഇതാണ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾ. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെ ഇസ്ലാമിന് മാത്രമായി ഇതിൽ പ്രത്യേക കാഴ്ചപ്പാടോ നിയമമോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അടിസ്ഥാനപരമായി ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും പോലെ മനുഷ്യനും ഹെട്രോസെക്സ്വൽ ആണ്. അഥവാ എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ പരസ്പരം അടുപ്പത്തിലാകാനും വൈകാരികമായ ബന്ധങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള തരത്തിൽ തന്നെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അങ്ങനത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് തമ്മിൽ പരസ്പരം ഒരു ആകർഷണീയത സൃഷ്ടിപ്പിൽ തന്നെ നിലനിൽക്കുന്ന മനുഷ്യർ തമ്മിൽ ഈ ആകർഷണീയത അതിന്റെ പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ പരസ്പരം അവര് രണ്ടുപേരുടെയും ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളിലേക്ക് കടന്നു കയറുകയും ക്ഷണിക്കുകയും അതിലൂടെ ശാരീരിക ബന്ധമുണ്ടാവുകയും ആ ശാരീരിക ബന്ധം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ സന്താന ഉൽപാദനത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു കാരണം ആയി മാറുകയും ചെയ്യും. എന്താണെങ്കിലും ആണും പെണ്ണും തമ്മിൽ പരസ്പരം നിലനിൽക്കുന്ന ഒരു ആകർഷണീയത അവരവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിലേക്കും ശാരീരിക ബന്ധം പുലർത്തുന്നതിലേക്കും ചെന്ന് അവസാനിക്കുന്നതാണ്. ശാരീരിക ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ പ്രത്യുൽപാദനത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാരണമാണ്. ഇസ്ലാമിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അതിൽ കൃത്യമായ വിവാഹത്തിലൂടെ നിലവിൽ വരുന്ന ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക്, ഏറ്റവും സ്വകാര്യമായ നിമിഷമാണ് രണ്ട് വ്യക്തികളുടെയും. ഇത് നാളെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. കഴിഞ്ഞ ആഴ്ചയാണ് കേരള ഹൈക്കോടതിയിലെ ജഡ്ജി തലയിൽ കൈവച്ചിട്ട് പറഞ്ഞത്, വിവാഹിതയായി മക്കളും ഭർത്താവുമായി കഴിയുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് നിലനിൽക്കുകയില്ല എന്ന് കഴിഞ്ഞ ആഴ്ചയാണ് കോടതി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് വിവാഹത്തിലൂടെ നിലവിൽ വരുന്ന കോൺട്രാക്ട് വേണം. അതുപോലെ തന്നെ സന്താന ഉൽപാദനം പ്രത്യുൽപാദനത്തിന്റെ കാരണമാണ്.
അതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു കുടുംബ സംവിധാനത്തിൽ മാത്രമേ ഇതിന് അവകാശമുള്ളൂ, അനുവാദമുള്ളൂ. ഇല്ലെങ്കിൽ ഫാദർലെസ് അമേരിക്ക പോലെ 1990-കളിൽ അമേരിക്കയിൽ നിന്ന് പുസ്തകത്തിന്റെയും പ്രസംഗ രൂപത്തിലും കേട്ട കരച്ചിലുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. കുടുംബ വ്യവസ്ഥ നശിച്ചുപോയി കഴിഞ്ഞാൽ കുടുംബം, അതിലൂടെ സമൂഹം, അതിലൂടെ രാജ്യം, ജനത ഇതിന്റെ മുഴുവൻ നാശത്തിലേക്ക് എത്തും. കൃത്യമായ ഒരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെ അച്ചടക്കത്തോടുകൂടി രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വളർത്തുന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ മക്കൾ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഉണ്ടായ മക്കൾ തന്നെ ഒരു കുടുംബമോ വിവാഹമോ ഇല്ലാത്തത് കൊണ്ട് രാജ്യത്തിന് ഇന്റേണൽ ത്രെട്ടായ രീതിയിൽ രാജ്യ പുരോഗതിക്ക് ഒരു തരത്തിലും ഉപകരിക്കാത്ത കുട്ടികളായിട്ട് വളരും. അത് രാജ്യത്തെ തന്നെ നശിപ്പിക്കും. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായി അതിന്റെ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ചൈന നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ലേയിങ് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, അഥവാ ഭരണകൂടത്തിനോടുള്ള പ്രതിഷേധമായി യുവാക്കൾ കല്യാണം കഴിക്കുന്നില്ല, കുടുംബം ഉണ്ടാക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ച് ലേയിങ് ഫ്ലാറ്റ് ഈസ് ദ ജസ്റ്റിസ് എന്ന് പറയുന്ന ക്യാമ്പയിനോടുകൂടി ചൈനയിൽ തുടങ്ങിയ യുവാക്കളുടെ ഇടയിൽ ട്രെൻഡിംഗ് ആയ ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് സാങ്കേതിക വിദ്യയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചൈനീസ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. വിവാഹം കഴിച്ചില്ലെങ്കിൽ മക്കളും കുട്ടികളും ഉണ്ടാവുകയില്ല. അടുത്ത തലമുറ, കാര്യക്ഷമമായ അടുത്ത ഒരു തലമുറ ഇല്ലാതാകാൻ അത് കാരണമാകും. അത് രാഷ്ട്രത്തിന്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയുന്ന കാരണങ്ങളുടെ പേരിൽ ഇന്ന് ചൈനയിൽ ലേയിങ് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കാരണങ്ങളുടെ പേരിൽ ആണും പെണ്ണും തമ്മിൽ പരസ്പരമുള്ള ആകർഷണീയതകളെ വിവാഹത്തിലൂടെ ഇസ്ലാം നിയന്ത്രിച്ചു. അതല്ലാതെ ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ ഇടപഴകി ജീവിക്കുന്നത് ശാസ്ത്രീയമായി ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതും പലതരത്തിലുള്ള ആർഗ്യുമെന്റുകൾ കൊണ്ട് കലുഷിതമായ ഒരു വിഷയമാണ്. ലോകത്ത് ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകൾ, പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകൾ, അങ്ങനത്തെ സംവിധാനങ്ങൾ, അതാണ് നല്ലത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്ന പഠനങ്ങൾ കാണാൻ സാധിക്കും. അതിനെതിരെയും ശാസ്ത്രീയമായ ബലഹീനമായ ആർഗ്യുമെന്റുകൾ കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളും പഠനങ്ങളും ഒക്കെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും വ്യഭിചാരം പോലത്തെ ആണും പെണ്ണും തമ്മിൽ വൈകാരികമായി ഉണ്ടാകുന്ന ഈ ബന്ധത്തെ വിവാഹത്തിലൂടെ അല്ലാതെ ഇസ്ലാം തടഞ്ഞിട്ടുണ്ട്. ഇത് പെട്ടെന്നൊരു ദിവസം സുറ്റിട്ടതുപോലെ സംഭവിക്കുന്നതല്ല. മറിച്ച് ആദ്യം കാണുക, പിന്നെ നോക്കുക, പരസ്പരം അടുക്കുക, ഇടപഴകുക, അതിലൂടെ ഘട്ടം ഘട്ടമായി വർഷങ്ങളുടെയും ആഴ്ചകളുടെയും മാസങ്ങളുടെയും ഇടവേളകളിലൂടെ മാത്രം ഉണ്ടായി വരുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇസ്ലാം അതിലേക്ക് എത്താൻ സാധ്യതയുള്ള ആവശ്യമില്ലാത്ത സ്ത്രീ പുരുഷ ഇടപെടലുകളെ വിലക്കിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കാം, ഒരുമിച്ച് കാണാം, ഒരുമിച്ച് സംസാരിക്കാം. പക്ഷെ ആവശ്യമില്ലാത്ത ഒരു ഉപകാരവും ഒരു പ്രയോജനവും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഇസ്ലാം ആണും പെണ്ണും പ്രത്യേകം അവരവരുടെ മറകൾ പാലിക്കണമെന്ന് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ലോകത്ത് എല്ലാ ജനതയും ഒരു ഘട്ടത്തിൽ ഈ ഒരു നിയമം, ആണ് വേറെ പെണ്ണ് വേറെ എന്ന നിയമം പാലിക്കാറുണ്ട്. ഇസ്ലാം അതിന്റെ മുഴുവൻ തുടക്കമായ പരസ്പരം കൂടിച്ചേരലുകൾ തന്നെ ആവശ്യമില്ലെങ്കിൽ വിലക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുങ്ങിയ പക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും വൈകാരിക ചിന്തകളോടുകൂടി പരസ്പരമുള്ള നോട്ടമെങ്കിലും ഒഴിവാക്കാം. അങ്ങനെ കൂടി ചേർന്നാൽ, അങ്ങനെ നോക്കിയാൽ, അങ്ങനെ കണ്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നും അല്ലെങ്കിൽ കാണുന്നവരും നോക്കുന്നവരും ഒക്കെ വൈകാരിക ചിന്തയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നല്ല പറയുന്നത്. മറിച്ചൊരു നിയമം വെക്കുമ്പോൾ, അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ അനാവശ്യമായ കൂടിച്ചേരലുകളെ തടഞ്ഞു എന്ന് മാത്രം. 2009 കൊഡാക് ലെൻസ് ഇന്റർനാഷണൽ നടത്തിയ ഒരു സർവേ കാണാൻ സാധിക്കും. 10 മുതൽ 50 വയസ്സ് വരെയുള്ള ശരാശരി ഒരു പുരുഷൻ ഒരു ദിവസം ഒരു സ്ത്രീയെ നോക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയത് 48 മിനിറ്റാണ് ചെലവഴിക്കുന്നത്, വായി നോക്കുന്നതിന് വേണ്ടി. അതൊരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു ആയുസിൽ 10 മുതൽ 50 വരെ പ്രായമുള്ള പുരുഷന്മാർ ആയുസിൽ ശരാശരി സ്ത്രീകളെ നോക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന സമയം ഏതാണ്ട് ഒരു വർഷമാണ്. ആ ഒരു വർഷമെങ്കിലും പുരുഷന്മാർക്ക് നഷ്ടപ്പെടാതെ ഉപകരിക്കുമെന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇസ്ലാം നമ്മളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഈ ഒരു നിർദ്ദേശത്തെ പാലിക്കണമെന്നില്ല. പക്ഷെ അതൊരു ധാർമ്മികമായ ഒരു സമൂഹത്തിന്റെ അവകാശമാണ് എന്നെങ്കിലും വകവെച്ച് നൽകാൻ നമ്മൾ തയ്യാറാകണം. 2016 അന്നത്തെ കേരളത്തിന്റെ എക്സൈസ് വകുപ്പിന്റെ മേധാവിയായിരുന്ന ഋഷിരാജ് സിംഗ് പറഞ്ഞത് 14 സെക്കൻഡ് തുറിച്ചു നോക്കിയാൽ ഒരു സ്ത്രീയെ കേസെടുക്കാമെന്ന്. അങ്ങനെ ഒരു നിയമമില്ലെങ്കിലും അത് വ്യാപകമായി നമ്മുടെ നാട്ടിൽ ചർച്ചയായി. അങ്ങനെ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസ് വന്നാൽ പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും ആർഗ്യുമെന്റ് എന്തായിരിക്കും? 14 സെക്കൻഡ് കൃത്യം നോക്കിയോ എന്ന് സ്ഥാപിക്കാനും 14 ഇല്ല 13 സെക്കൻഡേ ഉള്ളു എന്ന് സ്ഥാപിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഡിഫൻസും ശ്രമിക്കും. അങ്ങനെ സെക്കൻഡിന്റെ ദൈർഘ്യം നോക്കുന്നതിനേക്കാൾ നല്ലത് ആവശ്യമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന നോട്ടങ്ങൾ ഒഴിവാക്കുക എന്ന് ഇസ്ലാം പറഞ്ഞ ആ ഒരു വിഷയത്തെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് പറയുമ്പോഴൊക്കെ
മതപരമായി വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ, ആശയങ്ങളെ പറയുമ്പോഴൊക്കെ അതിനെ പിന്തിരിപ്പനെന്നും അതിനെതിരായി വരുന്നതിനെയൊക്കെ പുരോഗമനമെന്നും വിശേഷിപ്പിച്ചും പറഞ്ഞും ശീലിച്ചു പോയ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേദവ്യാസന്റെ ഒരു കഥയുണ്ട്. വേദവ്യാസൻ ഒരിക്കൽ ഒരു വലിയ സദസ്സിൽ ഒരു പാട്ടുപാടി. ആ പാട്ടിന്റെ തുടക്കം അതിവൈകാരികമായ ചില നിമിഷങ്ങളിൽ യോഗ്യന്മാരായ ആളുകളുടെ പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമെന്ന് തുടങ്ങുന്ന കവിത പാടിയപ്പോ ഒരു ബ്രഹ്മചാരിയായ മഹർഷി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇത് ശരിയല്ല, ഞങ്ങളെ ആക്ഷേപിക്കുന്നതാണ്, ഇത് ഒഴിവാക്കണമെന്ന്. അദ്ദേഹം വിഷമിച്ച് കീറിക്കളഞ്ഞു. രാത്രിയിൽ വേദവ്യാസൻ രൂപം മാറി ഒരു പെണ്ണിന്റെ രൂപത്തിൽ കാട്ടിലെ ഈ മഹർഷിമാരുടെ പർണശാലയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നത്തെ രാത്രിയിൽ ഇവിടെ കിടക്കാൻ അനുവാദം തരണം. മഹർഷി പറഞ്ഞു, ഞങ്ങൾ ജിതേന്ദ്രിയന്മാരാണ്, ഇന്ദ്രിയങ്ങളെ അതിജയിച്ചവരാണ്, അങ്ങനത്തെ ഞങ്ങളുടെ പർണശാലയിൽ നീ കിടക്കുന്നത് ശരിയല്ല. അവസാനം സംവാദമായി, നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ചതല്ലേ, ഞാൻ ഈ സൈഡിൽ കിടന്നത് കൊണ്ട് എന്താ പ്രശ്നം? ഞാൻ ഈ കാട്ടിൽ ഒറ്റപ്പെട്ട് രാത്രിയിൽ പോയാൽ മനുഷ്യരാലോ വന്യജീവികളാലോ ആക്രമിക്കപ്പെടുമെന്ന് പറഞ്ഞ് അവസാനം കിടക്കാൻ അനുവാദം കൊടുത്തു. നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്. രാത്രിയിൽ കിടക്കുന്നതിന്റെ ഇടയിൽ ഇരുട്ട് ശക്തിയായി, മഴ വന്നു, കാറ്റടിച്ചു. പതിയെ ബ്രഹ്മചാരിയായ മഹർഷി കാലിന്റെ അടുക്കൽ വന്ന് തൊട്ട് തടകുന്നത് വരെ എത്തിയപ്പോ വേദവ്യാസൻ എഴുന്നേറ്റ് തന്റെ രൂപം കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കവിതയിലൂടെ എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്. ഇന്ന് അതുപോലെ കാര്യം പറയുന്ന സമയത്ത് പിന്തിരിപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് വേദവ്യാസൻ അന്നത്തെ കാലത്ത് തന്റെ സ്റ്റേറ്റ്മെന്റും കവിതയും കീറിക്കളഞ്ഞതുപോലെ പിന്തിരിപ്പൻ എന്ന് വിളിക്കാൻ ആളുകൾ കാണും. അതുപോലെ തന്നെ ജീർണതയുടെ സകല ജീർണതകളുടെയും മുകളിൽ നല്ല കുപ്പായമിട്ട് അടയിരുന്നു കൊണ്ട് പുരോഗമനം എന്ന തരത്തിൽ പലതും പ്രസംഗിക്കാനും ആളുകൾ കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ശാസ്ത്രീയമായ വസ്തുതകൾ, മതപരമായ നിയമങ്ങൾ ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്നു എങ്കിൽ പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്നതൊക്കെ തെറ്റിനെയും അല്ലെങ്കിൽ പുരോഗമനം എന്ന് വിളിക്കുന്നതൊക്കെ ശരിയെയുമാണ് എന്ന് യാതൊരു അടിസ്ഥാനവുമില്ല. ശരികളെ പുരോഗമനമെന്നും തെറ്റുകളെ പിന്തിരിപ്പൻ എന്നും വിളിച്ചതിനേക്കാൾ ഉപരി ശരികളെ പിന്തിരിപ്പനെന്നും തെറ്റുകളെ പുരോഗമനമെന്നും വിളിച്ച പാരമ്പര്യവും ചരിത്രവുമാണ് മനുഷ്യരാശിക്ക് കൂടുതൽ പറയാനുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്ക് അന്ധത ബാധിക്കുകയില്ല, ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അല്ലാഹു തആല പറഞ്ഞതുപോലെ മൂല്യങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. മതനിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതും അവരുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ മതനിയമങ്ങളെ അനുസരിക്കാനും പാലിക്കാനുമുള്ള വിവേകവും ശക്തിയും നാം ഓരോരുത്തർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.